ഹലോ നമസ്കാരം. വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്, വെറൈറ്റി ഐറ്റമാണ്. അന്നേരം നിങ്ങൾ പരമാവധി വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതേപോലെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കൊണ്ടാവുന്ന സപ്പോർട്ട് നിങ്ങൾ ചെയ്യുക. ഒരു സഹോദരൻ്റെ റിക്വസ്റ്റായിട്ട് എടുക്കുക. അന്നേരം നിങ്ങൾ നമ്മുടെ വീട്ടിൽ 4-5 അംഗങ്ങളുണ്ടെങ്കിൽ അതിൽ ഭൂരിഭാഗവും ചിലപ്പോൾ ഷുഗർ ഉള്ളവർ കാണും. അന്നേരം ഷുഗർ ഉള്ളവരും ഇല്ലാത്തവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കാണുമ്പോൾ ഇതൊരു സീഗ്ന എന്ന് വിചാരിക്കും. സീഗ്ന അല്ല, ഇത് സീഗ്ന ബോർമയിലും ഓവണിനകത്തൊക്കെ ഉണ്ടാക്കുന്നതാണ്. വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ 1.5 കപ്പ് മൈദ 400 ഗ്രാം കാണും. അതേപോലെ തന്നെ സോഡാപ്പൊടി, ഈസ്റ്റ്, ഒരു മുട്ട, 3 സ്പൂണ് നെയ്യ്, 3 സ്പൂണ് കോൺഫ്ലവർ, 1 സ്പൂണ് റവ, പിന്നെ പഞ്ചസാര ഇത്ര ആവശ്യമില്ല, അതിൻ്റെ 0.5% മതി. 1 സ്പൂണിന് 0.25% ഈസ്റ്റ് എടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ്. വീട്ടിൽ ആരെങ്കിലും പ്രഷറുള്ളവരുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കൈയ്യിനുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ലെന്നുണ്ടെങ്കിൽ 1 സ്പൂണിന് 0.25% ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. 1 സ്പൂണിന് 0.25% അത് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ വീട്ടിൽ ആരെങ്കിലും ഷുഗറുകാരെങ്കിലും ഉണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. വീട്ടിൽ ആരെങ്കിലും ഷുഗറുകാരുണ്ടെങ്കിൽ പഞ്ചസാര നമുക്ക് ഇടണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇട്ടെന്നേ ഉള്ളൂ. ഒരു മുട്ട പൊട്ടിച്ച് നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് അതിനുശേഷം നെയ്യ്, ഉരുക്കി വെച്ചിരിക്കുന്ന നെയ്യ്, അത് 2 ടീസ്പൂണ് ഇതിനകത്തോട്ട് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉരുക്കി വെച്ചിരിക്കുന്ന നെയ്യ് 2 സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മിക്സ് ആയതിനു ശേഷം മൈദ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന മാതിരി കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് ഒഴിക്കുന്നോട്ട് കുഴച്ചെടുത്തതിന് ശേഷം ദാണ്ട് ഈ പരുവാകുമ്പം മാറ്റി വെക്കാവുന്നതാണ്. കുഴച്ച് ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി ഒരിടത്ത് 1 മണിക്കൂർ വെക്കണം. ഒരു മണിക്കൂറിന് ശേഷം എടുത്തിട്ട് ഇതേപോലെ കുറച്ച് കട്ട് ചെയ്ത് എടുത്തിട്ട് ബോളാക്കി ഇടുക. ഇതേപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ കുറേശ്ശെ കട്ട് ചെയ്ത് ഉണ്ട ഉരുട്ടി ഇട്ടാലും മതി, അല്ലെങ്കിൽ ഇതേപോലെ ബോളാക്കി ഇടുക. ചപ്പാത്തിക്ക് പരത്തുന്നോട്ട് പരത്തിയെടുക്കുക. നിങ്ങൾക്ക് എത്രയും കട്ടി ഉറയ്ക്കാൻ പറ്റുമോ അത്രയും കട്ടി ഉറച്ച് പരത്തിയെടുക്കണം. മാവെല്ലാം പരത്തിയെടുത്ത് വെച്ചതിന് ശേഷം നമ്മളൊരു ഇരിക്കുന്ന കോൺഫ്ലവറും റവയും ഇട്ടൊരു സ്പൂൺ വെച്ച് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉരുക്കി വെച്ചിരിക്കുന്ന നെയ്യ് കുറേശ്ശെ ഒഴിച്ച് മിക്സാക്കി കൊടുക്കുക. കുറേശ്ശെ നെയ്യ് ഒഴിച്ച് ഈ പരുവം ആകുന്നിടം വരെ മിക്സ് ചെയ്യുക. അതിൻ്റെ പരുവം ഇപ്പോൾ കാണും. അതുകൊണ്ട് ഈ പരുവത്തിന് സ്പൂണിന് കോരി ഒഴിക്കാത്തക്ക രീതിയിലുള്ള മിക്സാക്കി വെച്ചിരിക്കുന്നത് പരത്തി വെച്ചിരിക്കുന്ന മാവിൻ്റെ മുകളിലോട്ട് തേച്ച് പിടിപ്പിക്കുക. അത് ഒന്നിൻ്റെ മുകളിലോട്ട് ഒന്നൊന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെച്ചുകൊണ്ടേ ഇരിക്കണം. 10 എണ്ണം വരെ മാക്സിമം വെക്കാം. ഇപ്പം 5 എണ്ണ ഉള്ളെങ്കിലും കുഴപ്പമില്ല. 10 എണ്ണം വരെ മാക്സിമം ഇതേപോലെ ഇങ്ങനെ മാവ് തേച്ച് ഇതേപോലെ മാവിട്ട് ഇതേപോലെ തേച്ച് കൊടുത്ത് 10 എണ്ണം വരെ വെക്കാം. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതേപോലെ മാവെല്ലാം അവിടെ വെച്ച് ഇതേപോലെ ചുരുട്ടിയെടുക്കേണ്ടതാണ്. ഇതേപോലെ ചുരുട്ടിയെടുക്കുക. അതേപോലെ തന്നെ നേരത്തെ വീഡിയോയും കണ്ട് എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഒരു സഹോദരനെ റിക്വസ്റ്റായിട്ട് എടുത്ത് പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഇതിനു മുമ്പുള്ള വീഡിയോകളും പരമാവധി കണ്ട്
കാണാത്തവരാണെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക, കണ്ടവരാണെങ്കിൽ താങ്ക്സ്. ഇതേപോലെ ചുരുട്ടിയെടുക്കുക. ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഒരുപാട് കട്ടിയും ആരുത്, ഒരുപാട് കട്ടി കുറയുകയും ചെയ്യരുത്. ആ രീതിയിൽ പരത്തിയെടുക്കണം. ഇത്രയും പരുവത്തിന് പരത്തിയെടുക്കുക. നമ്മൾ എണ്ണ ചൂടായി നമ്മൾ പൂരിയൊക്കെ പൊരിക്കത്തില്ല, അതേപോലെ തന്നെ എണ്ണ ചൂടായതിനു ശേഷം ഒരേന്നൊരേന്ന് പറക്കിയിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അതാണ്ട് ഈ ഒരു പരുവമാകുമ്പോഴത്തേക്ക് കോരിയെടുക്കുക. അതേപോലെ തന്നെ എണ്ണ ഒരുമാതിരി വെളുത്തേ ഇരിക്കത്തുള്ളൂ. ആ നെയ്യുടെയും റവയുടെയും കൂടെ, അതുകൊണ്ടാണ് ഇങ്ങനെ വെളുത്തിരിക്കുന്നത്. വീട്ടിൽ ഷുഗർ ഇല്ലാത്തവർ കാണുമല്ലോ, അവർക്ക് വേണ്ടി നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് പാവ് കാച്ചെടുക്കാം. കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ പഞ്ചസാര ഇങ്ങനെ ഉരുകി വന്നതിന് ശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര പാവ് കാച്ചതിനകത്തോട്ട് ഇച്ചിരി അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇച്ചിരി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതേപോലെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാവ് കാച്ചി വെച്ചിരിക്കുന്ന ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അന്നേരം അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എല്ലാവരും ക്ഷമിക്കുക. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. പരമാവധി ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.